നമുക്കൊരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിക്ക് പോകാവേ. വുഡ് ബി ഫിയോൺസിക്ക് കൊടുക്കുന്ന ബർത്ത്ഡേ പാർട്ടിയാണിത്. അതിലെ സർപ്രൈസ് എലമെന്റ്സ് ഞങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ ഞാനും ഗ്രീഷ്മ നേരത്തെ ഒരുങ്ങി ഇറങ്ങിയതുകൊണ്ട് തന്നെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയി. കേക്ക് വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനാണ് ഭയങ്കര മഴയും. അങ്ങനെ ബാക്കി എല്ലാവരെയും കൂടെ കൂട്ടി മെട്രോ കയറി സ്റ്റേഷൻ സ്ക്വയറിൽ ഇറങ്ങി. അവിടുന്ന് 360 നമ്പറുള്ള ബസ്സിൽ കയറിയിട്ട് വേണം നമ്മുടെ സീക്രട്ട് സ്പോട്ടിലേക്ക് പോകാൻ. ബസ്സിൽ ഇന്നിപ്പം സൈഡിൽ ഫ്ലവേഴ്സ് വെക്കുന്ന ഒരു അമ്മച്ചി പാവം തണുപ്പ് കാരണം ഉറക്കം തൂങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റി. ഞങ്ങളുടെ സർപ്രൈസ് പാർട്ടിയുടെ ലൊക്കേഷനായിട്ട് TPCC ആണ് ഞങ്ങൾ പ്ലാൻ ആക്കിയിരുന്നത്. പോകുന്ന വഴിയെല്ലാം കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അറ്റ് ലാസ്റ്റ് അവിടെ എത്തി. ഈ കാണുന്നതാണ് TPCC. ഇത് ഭയങ്കര വിജിലപ്പിച്ചൊരു സീ ആണ്. അങ്ങനെ കാടും മേടും താണ്ടി ഞങ്ങളുടെ സീക്രട്ട് സ്പോട്ടിലേക്ക് ഞങ്ങൾ നടന്നു. ഞങ്ങൾക്ക് വൈകാട്ടിയെ ഒരു പട്ടിക്കൂട്ടിനും ഉണ്ടായിരുന്നു. ഞങ്ങൾ സമ്മർ ആകുമ്പം ഇവിടെയൊക്കെ കുളിക്കാനൊക്കെ വരാറുണ്ട്. ആൾക്കാരുകൾ ഒത്തിരി കൂടുന്ന സീയുടെ മെയിൻ ലൊക്കേഷനിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നമ്മുടെ ഈ സീക്രട്ട് സ്പോട്ട് ഉള്ളത്. ഇവിടെ ആകുമ്പം കുറച്ച് പ്രൈവസിയും കിട്ടും. തൊട്ടടുത്തൊരു ഹോണ്ടഡ് വീടും ഉണ്ട്. വന്ന പാടെ ഞങ്ങൾ പ്രിപ്പറേഷൻസ് തുടങ്ങി. ദാ നോക്കൂ, ഒരു വിമാനം. ബലൂൺസ് ഒക്കെ കണ്ടപ്പം 10-24 വയസ്സായെങ്കിലും ഞങ്ങൾക്കുള്ളിലെ കുട്ടി അങ്ങോട്ട് ഉണർന്നു. പിന്നെ കളിച്ചും ചിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും കാര്യം പറഞ്ഞു ഞങ്ങൾ പ്രിപ്പറേഷൻസ് അങ്ങ് തുടങ്ങി. ഇത് കാണുമ്പോൾ നിങ്ങൾ വെള്ളത്തിൽ ചാടാൻ നിൽക്കാമെന്ന് വിചാരിക്കരുത്. ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ പാർട്ടിക്ക് കൊണ്ടുവച്ച ഹീലിയം ബലൂൺസിൽ മിറർ എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോയി കുറച്ച് പട്ടിച്ചു ഇറക്കി. അങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുന്ന ബലൂൺസ് എല്ലാം എങ്ങനെ ഫിക്സ് ആക്കണം എന്നുള്ള ആലോചനയിലായിരുന്നു എല്ലാവരും. അറ്റ് ലാസ്റ്റ് 3 കമ്പ് വെച്ചിട്ട് ഒരു ആർക്ക് പോലെ ആക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നിങ്ങളുടെ മാർപ്പാപ്പ പോപ്പ്, നേഹ, മേരി, സജു. ഇതിൻ്റെ ഇടയ്ക്ക് ബെസ്റ്റേഴ്സ് രണ്ടും മാറിപ്പോയിരുന്ന ഫോട്ടോ എടുക്കാനും മറന്നില്ല. ആൻഡ് ഫൈനലി ഞങ്ങളുടെ ഡെക്കറേഷൻസ് എല്ലാം റെഡിയായി. 1.5 മണിക്കൂറിൻ്റെ കഷ്ടപ്പാടാണ്. ഇത്ര അടിപൊളിയായിട്ട് വരും എന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി അടുത്തതായി കേക്ക് വെക്കാനുള്ള ടേബിളൊന്നും കൊണ്ടുവരാനുണ്ട് തന്നെ അവിടെ കിടന്നൊരു മരത്തിന്റെ പീസ് എടുത്ത് ഈസ്തറ്റിക് ലുക്കിലുള്ള ടേബിളും സെറ്റാക്കി. അപ്പറപ്പച്ച് മീൻ പിടിക്കുന്നത് കണ്ടു. ഇനി ബർത്ത്ഡേ കാളിനെ ബാക്കി സർപ്രൈസൊക്കെ അടുത്ത വീഡിയോ കാണിക്കാം. അപ്പം അസ്സലാമ.